ഞാൻ വിചാരിക്കാറുണ്ട്, എന്താണ് ലീഗ് ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന ചോദ്യത്തിന് ഉത്തരം എന്താ? നമ്മൾ ചിലപ്പോൾ പറയും CH സെൻ്ററാണ്, ആയിരിക്കാം. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളാണ്, ആയിരിക്കാം. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ്, ആയിരിക്കാം. നിയമസഭയിലോ പാർലമെന്റിലോ നമ്മൾ ചെയ്യുന്ന പ്രസംഗങ്ങളാണ്, ആയിരിക്കാം. അതിലൊക്കെ അപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം കാക്കുക എന്നുള്ളതാണ് ലീഗ് ചെയ്യുന്ന ഒന്നാമത്തെ രാഷ്ട്രീയ പ്രവർത്തനം. കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി അതാണ്. ഞങ്ങൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾ കാത്തുവെച്ചത്? എന്തിനാണ് ഞങ്ങളെ രാജ്യത്തെ ഇത്ര വിമലമാക്കിയത്? എൻ്റെ കൂട്ടത്തിലിരുന്നൊരു ഹിന്ദു കുട്ടിക്കോ മുസ്ലിം കുട്ടിക്കോ ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ എൻ്റെ നാടിനെ ആക്കി തീർത്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമുണ്ടാവണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ആദർശത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ലീഗ് നിങ്ങൾ പ്രചരിപ്പിക്കണം. നിങ്ങളുടെ സർക്കിളിൽ, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, നാട്ടിലാണെങ്കിൽ നാട്ടിൽ, വനിതാ ലീഗിലാണെങ്കിൽ, അത് പുറത്താണെങ്കിൽ, കുടുംബശ്രീയിലാണെങ്കിൽ, എവിടെയാണെങ്കിലും നിങ്ങൾ ലീഗിനെ പ്രചരിപ്പിക്കണം എന്ന് പറയുന്നത് ആ മതസൗഹാർദ്ദം നമുക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ്. ആ മതസൗഹാർദ്ദത്തിന് വേണ്ടി ആ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന കണക്കെ ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രവർത്തനം നമുക്ക് വേണമെങ്കിൽ ലീഗിൻ്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. എന്നാൽ മാത്രമേ നീതിയോടുകൂടി നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളോട് മറുപടി പറയാൻ പറ്റുള്ളൂ, അടുത്ത തലമുറയോട് മറുപടി പറയാൻ പറ്റുള്ളൂ. ഏറ്റവും എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളായിട്ട് നിങ്ങളുണ്ടെങ്കിൽ, നല്ല ലക്ഷ്യബോധമുള്ള സ്ത്രീകളായിക്കൊണ്ട് നിങ്ങളുണ്ടെങ്കിൽ, പ്രവർത്തനത്തിൽ ഒരുമിക്കുന്ന സ്ത്രീകളായിക്കൊണ്ട് നിങ്ങളുണ്ടെങ്കിൽ, സന്തോഷവതികളായ സ്ത്രീകളായി നിങ്ങൾ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അടുത്ത തലമുറയോട്, ഈ നാടിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ അതാണ്. നിങ്ങൾ സന്തോഷമുള്ള മനുഷ്യരായിരിക്കുക, ലക്ഷ്യബോധമുള്ള മനുഷ്യരായിരിക്കുക, ആത്യന്തികമായി രാഷ്ട്രീയമുള്ള സ്ത്രീകളായിരിക്കുക.